അസ്സലാമലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പയർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. മത്തങ്ങ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഈ മത്തങ്ങയും കൂടെ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പിന്നെ മത്തങ്ങയുടെ ഒപ്പം തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ പയറില്ലേ അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, നല്ല ജീരകം, മഞ്ഞൾ, 2 മുളക്, 2 വെളുത്തുള്ളിയും നല്ലതുപോലെ അരച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയും പയറും 2 വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 4-5 വിസിലടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് മത്തങ്ങ നല്ലതുപോലെ ഉടഞ്ഞിട്ടാണ് ഇഷ്ടം. നിങ്ങൾക്ക് അത്രയും ഉടയണ്ട എന്നുണ്ടെങ്കിൽ 2-3 വിസിലടിച്ചാൽ മതിയാവും. ഞാനത് കുക്കറിൽ നിന്ന് ഒരു മൺകലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങയുടെ മിക്സില്ലേ അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്തു. എന്നിട്ട് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, വറ്റൽ മുളകും വേപ്പിലയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മത്തങ്ങയും പയറും ഇല്ലേ അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.